ഈ തസ്മൈ ഗുരുജി മോനോട് പറഞ്ഞായിരുന്നോ ഈ മെഡിറ്റേഷൻ ചെയ്താൽ? പറഞ്ഞു. എന്താണ് മോൻ പേടിക്കണ്ട, ഇത് പ്രപഞ്ചം കാത്തു സൂക്ഷിച്ചോളൂ, ഞാനുണ്ട് എന്നായിരുന്നു പറഞ്ഞു. അല്ല, ബർത്ത്ഡേ എന്തിനാ ആഘോഷിക്കുന്നത്? നമ്മൾ ജനിച്ചു കണ്ട് വല്ല പ്രത്യേക നല്ലൊരു കാര്യമല്ലേ, നമ്മൾ ജനിച്ചു അല്ലേ, ആ ദിവസം തന്നെ മരിച്ചല്ലേ. നല്ല സന്തോഷമുണ്ട്. പിന്നെ അനുഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ ഈ ഇങ്ങനെ തുറക്കുന്നതിനെ കണ്ടു. എന്ത് തുറക്കുന്നത്? ഇവിടെ ഒരു കണ്ടു. തേർഡായി ഞാൻ കണ്ടു. ശിവനെ കണ്ടിട്ട് മുഖമൊന്നും ഞാൻ കണ്ടില്ല. ഇങ്ങനെ ഇങ്ങനെ ചമ്പം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഓർമ്മയില്ല, എന്നാലും ഉണ്ടായിരുന്നു. തൃശ്ശൂലൊക്കെ പിടിച്ചിട്ട് പരമശിവനെ പണ്ട് മുതൽ നമ്മൾ കണ്ടുപിടിച്ചത് ചിത്രത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് മോൻ അങ്ങനെ തോന്നിയത്. ഒരു പെൺകുട്ടി നിന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ OET IELTS ഒക്കെ എക്സാം നടക്കുമ്പോൾ ഭയങ്കര പൈസ കൊടുത്തിട്ടാണ് ഇത് വ്യാജം അടിച്ചിറക്കിയിട്ട് ഉപയോഗിക്കുന്നത്. ദയവ് ചെയ്ത് നീ ഇത് പുറത്തു വിട്ടാൽ നിന്നെ തിരക്കി ആള് വരും. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ശില്പ, സ്വാഗതം. നമസ്കാരം. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളുണ്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ പിന്നാലെയാണ്. മെഡിറ്റേഷൻ ചെയ്തിട്ട് കൈലാസത്ത് പോയി ഗണപതിയോട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പയ്യനെ നമ്മൾ കണ്ടായിരുന്നു. ഇയാളെ അവിടെ കൊണ്ടുപോയ ഗുരുജിയെയും നമ്മൾ പരിചയപ്പെടുത്തി. എൻ്റെ അടിയിൽ ഗുരുജിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ തെറി വിളിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഗുരുജിയും തെറി വിളിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മളോടൊപ്പം ഇന്ന് രണ്ട് മിടുക്കന്മാരായ കുട്ടികളുണ്ട്. പാലക്കാട് നിന്നുള്ള ശ്രീറാമും ശ്രീകാന്ത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം ശില്പിക്ക്? ഞാൻ കുറച്ച് മുന്നേ സംസാരിച്ചായിരുന്നു, ഒരു സർജറിയും ഒരു റോക്കറ്റ് കഥയൊക്കെ കേട്ടു ഞാൻ. അതായത് നമ്മള് പണ്ട് പഠിച്ചിട്ടുണ്ട്, പുരാണങ്ങളിൽ ഈ സർജറിയൊക്കെ പണ്ട് പുരാണങ്ങളിൽ ആചാര്യന്മാർ ചെയ്തിട്ടുണ്ട്, സുശ്രുത മഹർഷി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇവര് ബോംബെയിലായിരുന്നു താമസം അല്ലെ? ബോംബെയിലായിരുന്നു. കേരളത്തിലേക്ക് വന്നിട്ട് 3 വർഷം മാത്രമേ ആവുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീറാമനൊരു ചെറിയ വിഷയം ഉണ്ടായി, നടക്കാനൊരു ബുദ്ധിമുട്ട്. അമ്മ അത് കണ്ടുപിടിക്കുന്നു. MRI സ്കാനൊക്കെ ചെയ്തപ്പോൾ എല്ല് പൊടിഞ്ഞു പോകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് തസ്മൈ ഗുരുജിയെ പരിചയപ്പെടുന്നതും ഇവർ മെഡിറ്റേഷൻ ചെയ്യാൻ. അതിന് മുൻപേ തസ്മൈ ഗുരുജീനെ അറിയാമെന്ന് പറയുന്നു. അമ്മ മെഡിറ്റേഷൻ ചെയ്തിരുന്നു. ഓക്കെ, ഗുരുജിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് നടന്ന ആ അത്ഭുതകരമായ പ്രവൃത്തി ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ വിശ്വസിക്കണം, അനുഭവസ്ഥർ മുന്നിൽ വന്നിരിക്കുകയാണ്. ശ്രീരാജ് തന്നെ പറ. അതായത് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഇരിക്കുമ്പോൾ നല്ല സൂര്യൻ്റെ ഭയങ്കര തീക്ഷ്ണമായ ഈ ചൂടും കൊണ്ട് എനിക്ക് ശരിക്കും ഞാൻ ഈ ലാവയിലിൻ്റെ മേലെയാണ് ഭയങ്കര ഇരിക്കണ പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയൊക്കെയോ അരിക്കണ പോലെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ കുറേ നേരം 45 മിനിറ്റ് അത് മാത്രമായിരുന്നു. അത് ഇരുന്നതിന് ശേഷം ഞാൻ അതിനെ അടിച്ചു വരുമ്പോൾ കാലിലുള്ള വേദനയെ കാണില്ല, നല്ല സ്മൂത്തായിട്ട് നടക്കാനും പറ്റുന്നുണ്ട്. അതിനുശേഷം ഒറ്റ ദിവസം ആദ്യമായി മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ വേദന പോയി. പിന്നെ അതിനുശേഷം അങ്ങനെ മെഡിറ്റേഷൻ ഇരുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ 3 മെഡിറ്റേഷൻ ഇരുന്നുകൊണ്ടിരിക്കും. 3 മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഞാനൊരു ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ ഒരു ഡോക്ടറുണ്ട്, കുറച്ച് നേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ ഇങ്ങനെ നൈഫ് എടുത്തിട്ട് എൻ്റെ ഈ ഭാഗം എന്നെ കീറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കീറിച്ചു. എനിക്ക് കീറിക്കുമ്പോൾ ഒരു ചെറിയ സ്ലൈറ്റായ വേദന അനുഭവപ്പെട്ടു. അതിനുശേഷം എന്തൊക്കെയൊക്കെയോ എടുക്കുകയാണ്, പിന്നെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ശരിക്കും എനിക്കത് ഒരു ഗ്ലിംസ് പോലെയാണ് ഞാൻ കണ്ടത്. അതിനുശേഷം പക്ഷേ അതിൻ്റെ ആദ്യമായിട്ടുള്ള വേദന എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അതിനുശേഷം അവർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് പെട്ടെന്ന് അലാറം അടിച്ചു. ഞാൻ അവിടെ നോക്കണോ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തതിൻ്റെ എന്തെങ്കിലും പാടുണ്ടോ നോക്കണോ, ഒന്നുമില്ല അവിടെ. ഈ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയൊക്കെ മുഖം ഓർമ്മയുണ്ടോ? മുഖം ഒന്നും കണ്ടില്ല. സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പച്ച ഉടുപ്പ് തന്നെയാണോ? അതാണ്. ഡോക്ടർമാർ തന്നെയാണോ അതോ മഹർഷിമാർ വല്ലതാണോ? അല്ല, എനിക്ക് ഈ ഡ്രസ്സ് അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു അത്. ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു. അതോടുകൂടി അസുഖം മാറി സത്യം. എനിക്ക് ഓടാൻ പ്രശ്നമായിരുന്നു. നടക്കുമ്പോൾ ഒരു വലിച്ച് നടക്കണ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് പോകെ മനസ്സിലായി ഞാൻ വലിച്ച് നടക്കുന്നത്. അതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം ഞാൻ അങ്ങനെ ഓടാൻ ശ്രമിച്ചപ്പോൾ നന്നായി ഓടാൻ പറ്റുന്നുണ്ട്, ഈ കളിക്കാനും പറ്റുന്നുണ്ട്. പിന്നീട് ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? പിന്നീട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ അവർ ഈ കാലൊക്കെ എങ്ങനെ ഇളക്കി നോക്കി, മൊത്തം ബെൻഡ് ചെയ്തിട്ടൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കുട്ടീനെ ഇവിടെ എടുത്തിട്ട് വന്നിരിക്കുക, ഈ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ സമാധാനമായോ അതോ അതിന് മുൻപ് തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു? അതിന് ഡോക്ടർ പറയണേക്കാട്ട് മുമ്പ് തന്നെ എനിക്ക് ഇത്
ഓപ്പറേഷൻ്റെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും അനുഭവം ഉണ്ടായിരുന്നു. ഈ തസ്മൈ ഗുരുജി മോനോട് പറഞ്ഞായിരുന്നോ ഈ മെഡിറ്റേഷൻ ചെയ്താൽ? പറഞ്ഞു. എന്താണ് മോൻ പേടിക്കണ്ട, ഇത് പ്രപഞ്ചം കാത്തു സൂക്ഷിച്ചോളൂ, ഞാനുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. എനിക്ക് ആ വാക്കുകൾ കേട്ടതും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം, ഇത് മാറുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അതോടെ തന്നെ ഞാൻ ആ ദിവസം തന്നെ ഇരിക്കുകയും ചെയ്തു. അത് മാറുമെന്നുള്ള നിന്റെ ഉറപ്പാണോ എനിക്ക് അസുഖം മാറി എന്ന് തോന്നലിലേക്ക് എത്തിയത്? ഒരു കോൺഫിഡൻസ് കൊണ്ട് നീ സത്യത്തിൽ മോന് അസുഖം ഉണ്ടായിരുന്നു? അതാണ് വൃത്തിയായ ചോദ്യം. ഉണ്ടായിരുന്നു. തോന്നലായിരുന്നില്ലേ അസുഖമാണെന്ന്? അല്ല, ഡോക്ടർമാരുടെ ചിലപ്പോൾ ചെറിയ വല്ല സ്പ്രെയിനോ എന്തെങ്കിലും വന്നതിനെ അങ്ങനെ തോന്നിയതാണെങ്കിൽ, ഡോക്ടർമാർക്ക് ഒരു വട്ടം തെറ്റിപ്പോയതാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ എക്സ്റേ സ്കാൻ, MRI സ്കാൻ എടുത്തപ്പോൾ ഇവർ എന്താ ഇങ്ങനെ ഒരു അസുഖമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ ഞാനും അച്ഛനും എന്നാണ് പോയത് ആശുപത്രിയിലേക്ക്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, ഈ കുട്ടീൻ്റെ എന്താണ് കാലിൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്താണ് ഒന്നും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ പക്ഷേ ആ കുട്ടിക്ക് ചിലപ്പോൾ വീൽ ചെയറിലേക്ക് ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിനക്ക് ഈ അസുഖം വന്നത് എന്നതാരും പറഞ്ഞില്ല? ഒന്നും പറയാൻ പറ്റില്ല. ആദ്യം ശരിക്കും എന്താണ് ഈ അമ്മ, ഞാൻ ഇരിക്കണതിന് ഒരാഴ്ച മുമ്പാണ് ഇരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അമ്മ ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചു, ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മിക്കവാറും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നോൺ വെജ് ഉപേക്ഷിക്കണം പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് ഒക്കെ പറഞ്ഞു. പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് ഈ അസുഖത്തിൻ്റെ കാര്യം വന്ന വേദന തുടങ്ങിയത്. അതിന് ശേഷം അസുഖം വന്നു. അപ്പോൾ ഗുരുജി ഇത് മാറ്റിത്തരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, മറ്റേ നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ചു. എത്ര നാളായി നോൺ വെജ് ഒക്കെ ഉപേക്ഷിച്ചിട്ട്? 2-2.5 വർഷമായി. കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല? ഇല്ല, അത് കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ പറ്റും എനിക്ക്. ഉള്ളയാണോ ഇതൊക്കെ? സത്യമാണ്. സ്കൂളിൽ ചെന്ന് കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ അവരെന്താ പറയാ? അവർ കളിയാക്കും, നീ എന്ത് പൊട്ടത്തരവ് കാണിക്കണം എന്നൊക്കെ ചോദിക്കും. എനിക്കതാ ചോദിക്കാനുള്ളത്. ഞങ്ങൾ ടീച്ചർമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് ശിശു നല്ലതാണെന്നല്ല പരിഹസിച്ചിട്ട് പറയും. ഈ എന്താണ് ക്ലാസ്സിന് മുമ്പിൽ നിന്നിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ പറയുമ്പോൾ അവർ ചിരിക്കും. അതെനിക്ക് അവമാനമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ക്ലാസ്സിന് മുന്നിൽ നിന്നെ കൊണ്ട് ധാരാ പറയിപ്പിക്കുന്നത്? എൻ്റെ അടുത്തല്ലേ പറയിപ്പിക്കണത്. ഞാൻ ഈ ടീച്ചർമാരുടെ അടുത്തൊക്കെ പറഞ്ഞത്, ടീച്ചർ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഈ ശ്രീരാമ ഒരു മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഈ സൂര്യ നമസ്കാരം, യോഗ എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഞാൻ നല്ല ടീച്ചർ മെഡിറ്റേഷൻ എന്തോ ആയിക്കോട്ടെ, ഇവൻ എന്ത് പൊട്ടത്തിലാണ് എനിക്ക് നോൺ വെജ് ശരീരത്തിന് എത്ര ആവശ്യമുള്ള സാധനമാണ്, അങ്ങനെ വിറ്റാമിൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. ഈ ശ്രീകാന്തിന് നോൺ വെജ് വേണ്ടെന്ന് വെച്ചതിൽ സങ്കടമില്ലേ കുറച്ചെങ്കിലും? അതെ, എൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് വരുമ്പോ പലർക്ക് അങ്ങനെ വാങ്ങിക്കാൻ ഛർദിക്കാനൊക്കെ വരും. പക്ഷെ ഞാൻ അങ്ങനെ മാറ്റും. എങ്ങനെയാ? അല്ലെങ്കിൽ എന്ത് ഭക്ഷണം ഏറ്റവും ഇഷ്ടം? മുട്ട കഴിക്കുമോ? മുട്ട നോൺ വെജ് അല്ലേ. പപ്സിലും വെജ് പപ്സ് കഴിക്കൂ? ബേക്കറി ഐറ്റംസ്. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കൂ? എന്താ ചെയ്യുന്ന ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? ബർത്ത്ഡേ ആണ്, അത് വലിയ പ്രാധാന്യമൊന്നുമില്ല. ജനിച്ചു അത്രയല്ലേ ഉള്ളൂ. ഇനി കൊണ്ടാടാനൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെ? ഞങ്ങൾ ഗുരുജി പറയും ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. ഗുരുജി നിങ്ങളെ തെറ്റായ ഒരു വഴിക്കാ നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ? തീർച്ചയായിട്ടും അല്ല. ഗുരുജി ആത്മീയമായ വഴിയിൽ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, മനുഷ്യന്റെ നല്ലതിന്. ഒരു ബർത്ത്ഡേ ആഘോഷിച്ചാൽ എന്താണ് നിനക്ക്? ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഇപ്പൊ എന്ത് കിട്ടും? എന്താണ് അതിൽ നഷ്ടപ്പെടാനുള്ളത്? അല്ല, ബർത്ത്ഡേ എന്തിനാ ആഘോഷിക്കുന്നത്? നമ്മൾ ജനിച്ചു കൊണ്ട് വല്ല പ്രത്യേക, അത് നല്ലൊരു കാര്യമില്ലേ? നമ്മൾ ജനിച്ചു അല്ലേ, ആ ദിവസം തന്നെ മരിച്ചല്ലോ. മരണം ആഘോഷിക്കുന്നില്ലേ? അടിയന്തരം ആഘോഷിക്കുന്നില്ലേ? ആഘോഷിക്കുന്നില്ലേ? നമ്മൾ ആൾക്കാർ കൂടുന്നതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഗുരുജി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗുരുജിക്ക് ഏറ്റവും ഇഷ്ടം ഗുരുജിയാണ്. ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ജനിച്ച ദിവസം നമ്മൾ സന്തോഷിക്കണ്ടേ? അത് അവരവരുടെ ഇതല്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് ആഘോഷിക്കേണ്ട, ശരി, ഞങ്ങൾ ആഘോഷിക്കും. ഈ സ്കൂളിലേക്ക് മിഠായി ഒന്നും കൊണ്ടുപോകാറില്ല? അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ ബർത്ത്ഡേക്ക് കൊണ്ടുവരുന്ന മിഠായി നിങ്ങൾ കഴിക്കാറുണ്ട്? പക്ഷെ അത് ചില മുട്ടായി മുട്ടയിട്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? അല്ല, ക്രീം ഉള്ളത്. ഈ കച്ചാ മാംഗോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ ശരി കഴിക്കും. ഓക്കെ, അതിനുശേഷം ടോഫീസ് ആണ് കഴിക്കുന്നത്, ചോക്ലേറ്റ്സ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോന് ജീവിതത്തിൽ ആരാവണം എന്നാ ഇഷ്ടം? ഒന്നും തീരുമാനിച്ചിട്ടില്ല. പ്രപഞ്ചം തീരുമാനിക്കുമെന്നാണോ? അതെ, പ്രപഞ്ചം എങ്ങനെ കൂട്ടിയിട്ട് പോകണം, പ്രപഞ്ചം തീരുമാനിക്കണം, അതിനനുസരിച്ചിട്ട്. ഗുരുജിയുടെ മക്കള് വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നത്, സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകുന്നതിനാ? ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ സ്കൂളിൽ വിട്ട് എന്താണ് അമ്മയും അച്ഛനും ഇങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ പറഞ്ഞു. ശരി, സ്കൂളിൽ പക്ഷേ ഈ സ്കൂളിൽ പോയാലും പഠിപ്പിക്കും. നമുക്ക് ഈ സ്കൂളിലൊക്കെ പോയിട്ട് കിട്ടുന്ന ഇൻഫോർമേഷൻ തന്നെയാണ്.
ഈ ആത്മജ്ഞാനം എന്നൊക്കെ പറയുന്നത് ഗുരുജി ഈ സ്കൂളിൽ പോയാൽ എന്തായാലും ഈ നോളേജ് എന്നൊക്കെ പറയുന്നത് നോളേജ് അല്ല, അത് തീർത്തും ഇൻഫർമേഷനാണ് നമുക്ക് സ്കൂളിൽ പോയാൽ കിട്ടും. പക്ഷേ ഈ പണ്ടത്തെ ഗുരുകുല ഇതൊക്കെ ഉണ്ടായിരുന്നില്ല, അതിൽ നിന്നായിരുന്നു ശരിക്കുമായിട്ടുള്ള ഒരു അറിവൊക്കെ നേടുന്നത്. എന്തറിവ്? അതായത് ഈ ജ്ഞാനം ഒക്കെ പറയില്ല. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല എന്താണ്. പിന്നെ എങ്ങനെയാണ് അത് നേടുന്നത്? പറയും. അത് ബുദ്ധിക്ക് അറിയാം. ഗുരുജിക്കറിയാം, അപ്പൊ നിനക്കറിയണ്ടേ? ഈ അസുഖം മാറിയത് കൊണ്ടാണോ ഗുരുജിയെ എത്ര വിശ്വാസം? എനിക്ക് തീർത്തും അതുകൊണ്ടാണ്. ശ്രീകാന്തിന് എന്തുകൊണ്ടാണ് ഗുരുജീനെ വിശ്വാസം? അത് എനിക്ക് അങ്ങനെ അനുഭവവും പിന്നെ നല്ല സന്തോഷവും കിട്ടുന്നുണ്ട്. ആരാണ് ശ്രീകാന്തിനോട് ഗുരുജിയുടെ മെഡിറ്റേഷൻ ഇരിക്കാൻ പറയുന്നത്? അമ്മ നിർബന്ധിച്ചതാണോ? അമ്മ തുടങ്ങി, പിന്നെ ഏട്ടൻ വന്നപ്പോ അങ്ങനെയൊക്കെ അനുഭവം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തു, എനിക്ക് അങ്ങനെ നല്ല സന്തോഷവും. അല്ലെങ്കിൽ എന്തായിരുന്നു സങ്കടം? അല്ലെങ്കിൽ ഒന്നുമില്ല, എന്നാലും ഒരു പ്രത്യേക ഫീലിംഗ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. എത്ര വയസ്സുണ്ട്? അതുപോലെ 11ാമത്തെ വയസ്സിൽ എപ്പോഴും പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കണ്ടേ? മലയാളം മീഡിയം സ്കൂളിലാണോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണോ പഠിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം. അതെന്താ മലയാളം മീഡിയത്തിൽ പഠിക്കാതെ? ശരി. അപ്പം മോന് മെഡിറ്റേഷൻ ചെയ്തിട്ട് എന്താ കിട്ടിയ? ചേട്ടന്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു, മോൻ എന്താ കിട്ടിയത്? എനിക്ക് നല്ല സന്തോഷമുണ്ട്, പിന്നെ അനുഭവങ്ങളൊക്കെ കണ്ടു, പിന്നെ ഈ ഇങ്ങനെ തുറക്കുന്നതിനെ കണ്ടു. എന്ത് തുറക്കുന്നത്? ഇവിടെ ഒരു കണ്ടു. ആർക്ക്? തേർഡായി നിനക്കാ? ഞാൻ കണ്ടു. അങ്ങനെ ശിവനാണോ? അല്ല, ഇതിന്റെ അത് നിന്റെ ഇവിടത്തെ കണ്ണ് തുറന്നു എന്നാണോ? 3ാം തൃക്കണ്ണ്. സഹസ്രാര ചക്രം. അത് തുറന്നപ്പോൾ എന്താ ഉണ്ടായി? ഞാന് അല്ല, അതിന്റെ അനുഭവമായിട്ട് ഞാൻ പറയാം. മെഡിറ്റേഷൻ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, മുഖമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ടിരിക്കുമ്പോ ഇവിടെ ഒരു ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തുറക്കുന്നത് കണ്ടു. അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പോയി ഒരു ഫ്ലാഷിൽ ഞാൻ ഉള്ളിൽ പോയിട്ട് മഞ്ഞയും ബ്ലാക്ക് കളറിൽ ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ ഇത് ഉള്ളിൽ, അയ്യോ ഒരു തലവേദന മതി ഇങ്ങനെ അത് ഇങ്ങനെയൊക്കെ ആയിണ്ടായിരുന്നു. പിന്നെ ഒരു സ്പീഡിൽ ഉള്ളിൽ പോയിക്കൊണ്ടേയിരുന്നു. ലാസ്റ്റ് ഞാൻ മഹാദേവനെ കണ്ടു, ശിവനെ കണ്ടു. ശിവനെ കണ്ടിട്ട് മുഖമൊന്നും ഞാൻ കണ്ടില്ല, ഇങ്ങനെ ചമ്പം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഓർമ്മയില്ല, എന്നാലും ഉണ്ടായിരുന്നു. തൃശ്ശൂലൊക്കെ പിടിച്ചിട്ട് പുലിന്റെ ഇത്. മുഖമൊന്നും കണ്ടില്ല, ഫുൾ ബാക്ക് ആയി. കൈലാസത്തിലാണോ കണ്ടേ? അല്ല, കണ്ണിന്റെ ഉള്ളില്. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, കണ്ട് ചിരിച്ചോ? അല്ല, മുഖം കണ്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേരെന്താണെന്നറിയോ? കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്നറിയോ? 29 സ്റ്റേറ്റ്സ്. 28. പ്രൈം മിനിസ്റ്റർ ആരാന്നറിയോ? അത് ഇടയ്ക്കിടയ്ക്ക് ഗുരുജി നരേന്ദ്രമോദിയുടെ കാര്യം പറയുന്നുണ്ടല്ലേ, അറിയാവുന്നേ? തന്നെ അത് പഠിക്കാനുണ്ട്, അറിയാത്ത ആൾക്കാർ ശരിക്കും ആരുമില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ആത്മീയത മോശമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്ത് വേണം, എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനൊപ്പം ഇത്തരത്തിലുള്ള കുറേ അറിവുകളും കൂടി നമ്മൾ സ്വായത്തമാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. സോഷ്യലായിട്ട് എന്താ പ്രത്യേകിച്ചിട്ട് ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കായിക വിനോദം ഏതാ? എനിക്ക് ക്രിക്കറ്റാണ്. കളിക്കാൻ പോകാറുണ്ടോ? മുമ്പ് പോകണ്ടായിരുന്നു. അതെന്താ ഇപ്പൊ പോവാത്തെ? അതായത് ഇപ്പൊ ഞാൻ ഇവിടെ മാറി. എന്റെ കൂടെ വീട്ടിൽ ചിലപ്പോ തട്ടി കളിക്കാം. നിനക്കെന്താ ഇഷ്ടം? മോനെന്താ ഇഷ്ടം? എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, ഫുട്ബോൾ. കളിക്കാൻ പോകാറുണ്ടോ? ടെന്നീസ് എനിക്ക് നല്ല. കളിക്കാൻ പോകാറുണ്ടോ? അല്ല, സ്കൂളില് PT ടൈമില് ടെന്നീസിനെ കളിക്കും. അല്ലാത്ത സമയത്ത് കളിക്കില്ല? ഇല്ല. അപ്പൊ സ്കൂൾ വിട്ട് വന്നാൽ എന്തൊക്കെയാ നമ്മൾ ചെയ്യുക? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കൈയും കാലും കഴുകും, ഇരിക്കും, ചായ കുടിക്കും. പിന്നെ ഒരു 5 മണിയായി. 5 മണിയാകുമ്പോൾ 4:15 വീട്ടിലെത്തും. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ തന്നെ കഴിക്കും. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോർമലി ഇവിടെ ഇരിക്കും. അത്ര ഒന്നും ചെയ്യില്ല. പിന്നെ ചിലപ്പോൾ സ്കൂളിൽ ഹോംവർക്ക് ഒക്കെ നടക്കും. ബോറടിക്കില്ലേ? TV കാണാറുണ്ടോ? ചിലപ്പോൾ കാണും. എന്താ കാണുക? കാണാണെങ്കിൽ ചിലപ്പോൾ കാർട്ടൂണൊക്കെ കാണും. ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു കാർട്ടൂൺ ഉണ്ട്. ഫസ്റ്റ് കുറെ കാർട്ടൂൺ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു കാർട്ടൂൺ അല്ലോ, അപ്പൊ അത്രയൊന്നും എനിക്ക്. ഏതാ കാർട്ടൂൺ? കുറെ ഉണ്ട്. ചോട്ടാ ഭീം, പിന്നെ നോബിത, ഡോറിമോൺ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ
ഗുരുജി പറഞ്ഞിട്ടുണ്ടോ ഈ കായിക വിനോദങ്ങൾ കളിക്കാൻ പോകരുത്, കൂട്ടുകാരോടെ കളിക്കാൻ പോകരുത്? ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് വേണ്ടാന്ന് വെക്കുക. ഞാനിപ്പോൾ ബോംബെയിലായിരുന്നു. അവിടെ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നത് ഈ മെഡിറ്റേഷനിൽ ഇരുന്ന് അവിടെ ഫ്രണ്ട്സ് അടുത്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ട്സ് ആവണമെന്നോ അതിനോട് പഴകിയിട്ട് കളിക്കാൻ പോകണമെന്നോ ഒരു ചിന്തയും എനിക്ക്. എത്ര വയസ്സുണ്ട്? എനിക്ക് 15 വയസ്സ്. 5 വയസ്സ്. പ്രണയം തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും? അത് അയ്യെന്ന് പറഞ്ഞ തോന്നിയിട്ടില്ല. 15 വയസ്സ് നിന്റെ കൗമാര പ്രായമാണ്. സ്വാഭാവികമായും പ്രണയം മനസ്സിൽ തോന്നാൻ പറ്റുന്ന ഒരു സമയമാണ്. തോന്നില്ല. ചെറുപ്പം മുന്നേ എനിക്കത് ഒരു പെൺകുട്ടി നിന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇത്രേ ഉള്ളൂ. വിവാഹം ഒന്നും വേണ്ടെന്നാണോ? വിവാഹം എന്തിനും വേണ്ട, വിവാഹം കഴിക്കാൻ. അച്ഛനും അമ്മയും പറയുന്ന പെൺകുട്ടി അത് ഗുരുജി പറഞ്ഞതാണോ? ഗുരുജി അതിനെ കുറിച്ച് എന്തെങ്കിലും ഗുരുജി പറഞ്ഞിട്ടുണ്ടോ? പ്രണയത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രണയത്തെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങളൊരു ഇന്റർവ്യൂല് ഗുരുജി പറഞ്ഞായിരുന്നു നമ്മൾ കണ്ടുപിടിക്കാൻ പാടില്ല, അച്ഛനും അമ്മയും കണ്ടുപിടിച്ചത്. അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കണ പെണ്ണായിരിക്കണം. അങ്ങനെ ഗുരുജി പറഞ്ഞിട്ടുണ്ട്. ആ എന്താ വെച്ചാ ഈ അവരാണ് നമുക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം നൽകിയത്. അപ്പൊ അവര് കാണിക്കുന്ന പെൺകുട്ടിയായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം അല്ലേ? അവരാണ് നമ്മളെ ഇത്രയും വലുതാക്കി ഈ നല്ല മാർഗത്തിലേക്ക് ഇപ്പം എൻ്റെ അമ്മ എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അവര് തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടീനെ തന്നെ നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നീ ഒരു വിവാഹം കഴിക്കുകയാണെന്ന് വിചാരിക്കുക, അത് ചോദിക്കണ പ്രായമായിട്ടില്ലെന്നറിയാം, എന്നാലും ഒരു കൗതുകത്തിന് പുറത്ത് ചോദിക്കണം. ആ കുട്ടിക്ക് ഈ മെഡിറ്റേഷനിൽ ഒന്നിനും വിശ്വാസമില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നമ്മൾ അതോ അതിൽ വിശ്വാസമുള്ള ഒരാളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നുണ്ടോ? അതെ, അതായത് നമ്മളിങ്ങനെ ചോദിക്കും, ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ എന്തെങ്കിലും താല്പര്യം. മെയിനായിട്ട് ഈ നോൺ വെജ് എല്ലാം ഉപേക്ഷിക്കണം, അതായിരിക്കണം മെയിനായിട്ട്. വീട്ടിൽ നോൺ വെജ് ഒന്നും വെക്കാറില്ല? അത് കഴിക്കുന്നത് ഞങ്ങൾ. അച്ഛനും അമ്മയും ഒരു ദിവസം ഈ മെഡിറ്റേഷൻ വേണ്ടാന്ന് വെക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വേണ്ടെന്ന് പറയുകയില്ല, ഞങ്ങൾ ഇരിക്കും. ഞങ്ങൾ പറയും എന്തിനാണ് നിർത്തുന്നത്. നിർത്തില്ല, ഒന്നാമത് അവര് നിർത്തില്ല. എന്താണ് ഇതിനകത്തുള്ളൊരു മാന്ത്രികത? നല്ല മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും എവിടെയും കിട്ടാത്തൊരു സന്തോഷം ഇവിടെ ഉറപ്പായിട്ടും കിട്ടും. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സന്തോഷം. റോക്കറ്റ് കയറി ബഹിരാകാശത്ത് പോയ ആളായിരിക്കുന്നത്. ചെറിയ ആളൊന്നും പറ ആ കഥ. ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു റോക്കറ്റിന്റെ ഉള്ളിൽ കയറുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കയറിയിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, വീട്ടിലിരിക്കുന്ന ഡ്രസ്സൊക്കെ ആയിരുന്നു. മീൻസ് ആസ്ട്രോനോട്ട് ഒന്നും ഇല്ല, ഓക്സിജൻ സപ്ലൈ ഒന്നും ഇല്ല. പിന്നെ ഞാൻ മേലെ കയറി സ്പേസിലെത്തി. എന്നിട്ടും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നു. എർത്തിനെ കണ്ടു. എർത്ത് അത് വെളിയിൽ കാണുമ്പോൾ ഒരു വ്യത്യാസ ഫീലിംഗ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അയ്യോ ഇങ്ങനെയാണല്ലേ വാവ് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്ദ്രനിലാണ് മുകളിലിറങ്ങിയിട്ട് മുകളിൽ കാൽ വെച്ചിട്ട് സൂര്യനെ കണ്ടു. അത് ജ്വലിക്കുന്നത് ഇങ്ങനെ തീ ഇങ്ങനെ ജ്വലിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെയാണല്ലേ. അപ്പോൾ എനിക്ക് ഇതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ റോക്കറ്റിൽ കയറിയിട്ട് എല്ലാ പ്ലാനറ്റ്സിൻ്റെ അടുത്തുകൂടെ പോയപ്പോൾ വേറെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ചിലത് പേടിപ്പിക്കുന്നത്, ചിലത് വ്യത്യാസമായിട്ട്. പക്ഷെ ഈ പേടിയുള്ള സൗണ്ടൊന്നും എന്നെ അത്ര എഫക്റ്റ് അടിച്ചില്ല. പിന്നെ അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സോളാർ സിസ്റ്റത്തിൻ്റെ റൊട്ടേഷൻ കണ്ടു. ഇങ്ങനെ ചുറ്റുന്നത് ഇങ്ങനെയാണ് ചുറ്റുന്നത്. അത് ഇങ്ങനെ കണ്ടതും അയ്യോ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല, അത്ര ഭംഗിയായിരുന്നു. അപ്പോൾ തന്നെ ഉള്ളിൽ എനിക്ക് അലാറം അടിച്ചു. ഈ പഴയ ദൂരദർശനിലൊക്കെ വന്നിരുന്ന ശ്രീകൃഷ്ണ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടോ? അതിലാണ് സാധാരണ ഈ പറയുന്നതൊക്കെ കാണിക്കുന്നത്. ഈ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണാറുണ്ടല്ലോ ഈ സോളാർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെയാണോ കാണാൻ? നമ്മൾ ഈ സയൻസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ സോളാർ സിസ്റ്റത്തിന്റെ ഫോട്ടോ കാണാറില്ലേ, അതുപോലെ തന്നെയാണോ ഇരിക്കുന്നത്? അതുപോലെ തന്നെയാണ്. ഈ റിങ്സ് ഒക്കെ ഉണ്ടോ പ്ലാനറ്റ്സിന്റെ ചുറ്റോറും? ഇല്ല, അങ്ങനെയൊന്നും. ഈ സൂര്യന് ചുറ്റും ഭൂമി വലം വെച്ചോണ്ടിരിക്കല്ലേ സോളാർ, അത് കണ്ടായിരുന്നോ? ഭൂമി ഇങ്ങനെ കണ്ടു. അപ്പൊ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ വെള്ളമുണ്ടല്ലോ, കടലുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കറങ്ങി വരുമ്പോ ഈ വെള്ളം താഴെ പോകില്ലേ? ഇത് കണ്ടോനോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. നമ്മള് ഒരു ഉദാഹരണം എടുക്ക്, ഒരു പന്ത്, അതിനൊരു സാധനം വെക്കുന്നു, ഇതിങ്ങനെ കറങ്ങുകയാണെങ്കിൽ അത് താഴെ പോകൂലേ? ഈ വെക്കുന്ന സാധനം ഗ്രാവിറ്റിയുടെ സാധനം ഉണ്ടല്ലോ, സയൻസ്. ഗ്രാവിറ്റി പറ, എന്താണ് ഗ്രാവിറ്റി?
നമ്മളിപ്പോ ലൈക്ക് ഈ ആത്മീയത മാറ്റി നിർത്തുകയാണെങ്കിൽ സയന്റിഫിക്കലി ഒരാൾ ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവരൊരിക്കലും താഴേക്ക് വീഴില്ല, അവർ മുകളിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് പിന്നെ വെള്ളം താഴേക്ക് വീഴുന്നത്? ഭൂമിയെ അതിന്റെ ഉള്ളിലേക്ക് ഇതിനെ പിടിച്ചു നിർത്തുന്നതാണോ? നമ്മള് വീഡിയോസ് കണ്ടിട്ടില്ല ഈ റോക്കറ്റിൽ പോയ ആൾക്കാരുടെ ഒക്കെ അവരൊക്കെ എന്താ പറന്ന് കിടക്കുന്ന മുകളിലേക്ക് പോകും. പിന്നെ എങ്ങനെയാണ് വെള്ളം താഴത്തേക്ക് വീഴുന്നത്? വെള്ളം മുകളിലേക്ക് പോകണ്ടേ അങ്ങനെയാണെങ്കിൽ? വെള്ളം മുകളിലേക്ക് പോകുന്നില്ല, അത് ലൈക്ക് ഫ്ലോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ ഇവരോട് ചോദിച്ചത് ഇവരത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ പൊട്ടനായിട്ട് ചോദിച്ചതല്ല, ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു എന്നായിരുന്നു എന്റെ ഡൗട്ട്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ രോഹിത്തേട്ടാ, ഈവൻ ഈ മറ്റേ ഇംഗ്ലീഷ് എക്സാമിന് മുന്നേ തന്നെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ മെഡിറ്റേഷനിൽ കണ്ടെന്നു എന്നെ ഭയങ്കരമായി ഞെട്ടിച്ചൊരു കാര്യം. ഈ നാട്ടിലെ OET IELTS ഒക്കെ എക്സാം നടക്കുമ്പോൾ ഭയങ്കര പൈസ കൊടുത്തിട്ടാണ് ഇത് വ്യാജം അടിച്ചിറക്കിയിട്ട് ഉപയോഗിക്കുന്നത്. ദയവ് ചെയ്ത് നീ ഇത് പുറത്തു വിട്ടാൽ നിന്നെ തിരക്കി ആള് വരും. 10ാം ക്ലാസ്സിലെ പരീക്ഷയാ വരാൻ പോകുന്നേ. ഇതേപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ട സെറ്റാ. ഇപ്പൊ തന്നെ ഉറപ്പിച്ചു. എത്ര ശതമാനം മാർക്കുണ്ട്? എനിക്കിപ്പോ പറയാ അത്യാവശ്യം ഒരു 75-80 പോരാ. 10ാം ക്ലാസ്സിൽ 10A+ കിട്ടുമോ? CBSE ആണ്, സ്റ്റേറ്റ് സിലബസ് ആണ്, കിട്ടുമോ? പ്രപഞ്ചത്തിന് തീരുമാനം നിന്നെ സാർമാർ പഠിപ്പിച്ചിട്ട് നീ പരീക്ഷ എഴുതിയാലേ കിട്ടുമല്ലോ. പ്രപഞ്ചം തീരുമാനിച്ചാലൊന്നും മാർക്ക് കിട്ടില്ല. പഠിക്കുന്നുണ്ട്. ട്യൂഷനൊക്കെ വേണ്ടെന്ന് വെച്ചെന്ന്. എടി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും പവർ ഉണ്ടെങ്കിൽ ഈ പുസ്തകം എടുക്കുന്നു, രാവിലെ തുറന്നു നോക്കുന്നു, ചിട്ടി റോബോട്ടിനെ പോലെ ഡയറക്റ്റ് എടുത്തിട്ട് ഇങ്ങനെ മൊത്തം നമ്പർ പഠിക്കില്ലേ? അതേപോലെ ചെയ്താൽ പോരെ? അതായത് ഈ സയൻസും ഫിക്ഷനും കാണിക്കുന്ന പറഞ്ഞിട്ട് നമുക്കങ്ങനെ നമ്മൾ സാധാരണ മനുഷ്യനൊക്കെ തന്നെയല്ലേ. സാധാരണ മനുഷ്യന് പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പ്രപഞ്ചം കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പ്രപഞ്ചം കാണിച്ചു തരികയല്ലേ. ഈ പ്രപഞ്ചത്തിന്റെ ശക്തി കാരണം നിനക്ക് നല്ല അടിപൊളി മാർക്ക് കിട്ടും. പ്രപഞ്ചം വിചാരിച്ചാൽ നീ പഠിക്കാതെ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നീ ജയിക്കും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ അപ്പൊ പ്രപഞ്ചം ഇല്ലേ? പ്രപഞ്ചത്തിന്റെ ശക്തിയോടെ പോയി പ്രപഞ്ചം. അതായത് എന്നുവെച്ചാൽ ഡോക്ടർമാർക്ക് പോലും മാറ്റാൻ പറ്റാത്ത നിന്റെ അസുഖം പ്രപഞ്ചത്തിന് മാറ്റാൻ പറ്റിയെങ്കിൽ പഠിക്കാത്ത നിന്നെ പാസ്സാക്കാൻ പ്രപഞ്ചത്തിന് പറ്റണ്ടേന്നാണ് എന്റെ ചോദ്യം. പറ്റണ്ടേ? ചോദ്യം ശരിയല്ലേ? പറ്റുമായിരിക്കുമല്ലേ? ഒരു പരീക്ഷ പഠിക്കാതെ എഴുതി നോക്കൂ. വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഞാൻ ഇന്ന് മുതൽ ആ ഒരു സബ്ജക്ട് മാറ്റി വയ്ക്കാം. അത് ഏത് സബ്ജക്റ്റാന്ന് കൂടി പറയാം. എനിക്ക് ടഫായിട്ടുള്ള സബ്ജക്ട് മലയാളം. മലയാളമാണോ ടഫ്? ഞാൻ ബോംബെയിലായിരുന്നു, അപ്പോൾ ഞാൻ മലയാളം തീരും. എനിക്ക് മലയാളം പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഏകദേശമൊക്കെ ഒരു ഇപ്പോൾ മുമ്പൊക്കെ പറഞ്ഞാൽ ഒരു പാസ് മാർക്കൊക്കെ ആയിരുന്നു. ഇപ്പോഴൊക്കെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ 25 ഞാൻ 40 അപ്പോൾ 25-30 കിട്ടും. പക്ഷെ അത് മാത്രം ഞാൻ മാറ്റി വയ്ക്കാം. ഗുരുജി പറയാനുള്ള ഒരു കാര്യമുണ്ട്, നമ്മളൊന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല, നമ്മളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. നമുക്കുള്ളതാണെങ്കിൽ പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നൊക്കെയാണ് ഗുരുജി പറയുന്നത്. ഓക്കെ, അപ്പോൾ നിന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തോ? എനിക്കിപ്പോൾ സമാധി മീൻസ് മരിക്കുമ്പോൾ മോക്ഷം. ചെറിയ പ്രായത്തില് അല്ല, അത് സമയം വിളിക്കുമ്പോൾ പ്രപഞ്ചം ഇപ്പോൾ വിളിക്കണം. അതിപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് ഞാൻ ചോദിക്കട്ടെ? 15 വയസ്സേ ആയിട്ടുള്ളൂ നിനക്ക്, ഇനി എത്രയോ കാലമില്ലേ നിനക്ക്? പ്രപഞ്ചം ഇപ്പോൾ വിളിക്കണം, അപ്പോൾ പോകുക തന്നെ. അപ്പൊ പോകുന്നവര് അതിനുള്ള കാത്തിരിപ്പാണോ? പോകുന്നവരെ എന്താണ് ഈ നമ്മുടെ ഭൗതികമായിട്ട് നമുക്ക് ഉള്ള തന്നിരിക്കണ ഈ എന്താണ് നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യം. ഇഷ്ടപ്പെട്ട കാർ ഏതാ? ഇഷ്ടപ്പെട്ട കാർ പറയുമ്പോൾ BMW. ഓക്കെ, അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? വാങ്ങണമെന്നൊന്നും ആഗ്രഹമില്ല, കിട്ടിയ ശരി. എന്ത് ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം? ജീവിക്കണ്ടേ? ജോലിക്ക് അതൊരു നല്ല ജോലി. എന്ത് ജോലി? എന്ത് ജോലി പറയുമ്പോ നിനക്ക് എന്താ ആഗ്രഹം? നീ പറ. നീ തീരുമാനിച്ചിട്ടില്ല? നീയും തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്. +1 സയൻസ് എടുക്കോ, കോമേഴ്സ് എടുക്കോ, ഹ്യൂമാനിറ്റീസ് എടുക്കോ? കുറച്ച് ദിവസം മുമ്പ് തീരുമാനിച്ചാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്താലോ എന്ന് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കും. അത് അങ്ങനെ തീരുമാനത്തിലെത്താൻ എന്തെങ്കിലും കാരണമുണ്ടോ? അത് മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും? എനിക്കങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. പ്രപഞ്ചം തോന്നിപ്പിച്ചതാണോ? നമുക്കൊന്നും പറയുന്നില്ല. കലാപരമായ എന്തെങ്കിലും കഴിവുണ്ടോ രണ്ടുപേർക്കും? പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഡ്രോയിങ് ചെയ്യും? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വരയ്ക്കുന്നതാണോ? അല്ലാതെ വരയ്ക്കുമോ? നോർമലി ഡ്രോയിങ്. പാട്ടൊന്നും പാടാറില്ല? പാട്ട് പാടി കഴിഞ്ഞാൽ അടുത്തുള്ളവർ വിളിക്കും. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പോർട്സിൽ ലൈക്ക് ഓടുക ചാടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്രയും നല്ല ഗുണങ്ങൾ തരുന്നതാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മെന്റൽ പീസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഫിസിക്കൽ ടെൻഷൻ ഇവിടെ ചെയ്തൂടെ? പറയുമ്പോൾ നമ്മൾ ഈ മൂൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ എക്സസൈസ് ചെയ്യും. എന്ത് എക്സസൈസാ ചെയ്യുന്നത്? സൺ മെഡിറ്റേഷനിലെ എനിക്കൊരു
എനിക്ക് മെഡിറ്റേഷൻ മുമ്പ് കാലും കൈയും നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞതും ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിപ്പോൾ നല്ല ആശ്വാസം ഉണ്ട് പറഞ്ഞു. അല്ല, അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ ആക്കി, കൈ ഇങ്ങനെ ആക്കി, പിന്നെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെ ചെയ്യണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഈ രണ്ടുപേരും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരാൾ വെറുതെ ഇരിക്കുകയാണോ ചെയ്യുന്നത്, അതോ എല്ലാവരും ഒപ്പമാണോ മെഡിറ്റേഷൻ ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയാ അമ്മ അത് കണ്ടേ? അമ്മ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഈ 41 ദിവസം മുന്നേ 15 ദിവസത്തേക്ക് ഗുരുജി ബ്രേക്ക് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾക്ക് തീരെ വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നല്ല പനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ പനി വരിക? മെഡിറ്റേഷൻ ചെയ്തതൊന്നും വരില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞു? ശരി അല്ല, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്നുണ്ട്, അടുത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമാണ്, അപ്പോൾ അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് ഫിസിക്കലി ടച്ച് ചെയ്ത് ചിലപ്പോൾ നമുക്ക് പകർന്നില്ല. പ്രപഞ്ചം അതിനെ കൺട്രോൾ ചെയ്യില്ലേ? അതന്നെ. അപ്പോൾ നല്ല തീക്ഷണമായിട്ട് ഇരിക്കാൻ പറ്റാത്ത അത്ര അവസ്ഥ വരുമ്പോൾ ആ ദിവസം ചിലപ്പോൾ ഇരിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ എന്താണ് അങ്ങനെ ഞങ്ങൾ 1-2 ദിവസം ഗ്യാപ്പായി. അപ്പോൾ അമ്മ 2-3 ദിവസം മുമ്പ് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക്. അപ്പോൾ ചിലപ്പോഴൊക്കെ കൈ നോർമലായിട്ട് ആദ്യം ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൊണ്ട് കൈ ഇങ്ങനെ നടക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം കാല് ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അത് നിങ്ങൾ അറിയാറുണ്ടോ? ചിലപ്പോൾ അറിയും. ഗുരുജി കമാൻഡ് ചെയ്യുന്നതാണോ ഇത്? താനെ നമ്മുടെ ബോഡി ഇളകുകയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഗുരുജി ഓൺലൈനിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും? ഇല്ല. ഇല്ല. 5 to 6 ക്ലാസ് അതിന് ശേഷം നമ്മൾ ഈ ഒരു 6:15 ശേഷം 9 മണി വരെ അതിൻ്റെ ഉള്ളിൽ മെഡിറ്റേഷൻ. എത്ര സമയം? 45 minutes. അലാറം വെച്ചിട്ടിരിക്കും. അതെ, രാവിലെയും വൈകിട്ടും. രാവിലെയും വൈകിട്ടും. ശരി, എന്തായാലും നമ്മളോടൊപ്പം ഉള്ളത് മെഡിറ്റേഷൻ ചെയ്ത് അസുഖം മാറി വിർച്വലി ഓപ്പറേഷൻ നടത്തിയത്. അതെ, അറിയില്ല, ഒന്നും അറിയില്ല, എല്ലാവർക്കേ അറിയുള്ളൂ. അവരുടെ വിശ്വാസങ്ങളായി തുടരട്ടെ. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കേണ്ടവർക്ക് അവിശ്വസിക്കാം, വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം. റോക്കറ്റിൽ കയറി ഭൂമിയെയും സൂര്യന്റെ സൗരയൂഥവും ഒക്കെ പോയി അടുത്ത് കണ്ട ആളാണ്. ഇപ്പോഴും എൻ്റെ സംശയം മാറിയിട്ടില്ല, ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ എന്തുകൊണ്ട് വെള്ളം താഴേക്ക് പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് റോക്കറ്റിൽ കയറി അവിടെ പോകാമെങ്കിൽ ഈ പറയപ്പെടുന്ന ഗ്രാവിറ്റി ഇല്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അങ്ങനെയല്ല, റോക്കറ്റുകൾ പൊതുവെ ഇപ്പൊ ഈ ആത്മീയത മാറ്റി വെച്ചാൽ റോക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടല്ലോ, അതിനതിൻ്റെതായ പ്രഷർ ഉണ്ടല്ലോ. സയന്റിഫിക് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം, സയൻസിനകത്ത് നിങ്ങൾ പറയുന്നതും സയൻസുമായിട്ട് ഒരു ലോജിക്കും ഇല്ല. ഞാൻ സംസാരിച്ചത് സയൻസിന്റെ ബേസിസിലാട്ടോ, ഞാൻ ഇതിന്റെ ബേസിസിലല്ല സംസാരിച്ചത്. നിങ്ങൾ ഏത് ദൈവത്തെ കണ്ടേ? പരമശിവനെ പണ്ട് മുതൽ നമ്മൾ കണ്ടുപിടിച്ചത് ചിത്രത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് മോൻ അങ്ങനെ തോന്നിയത്. കൈലാസത്തിൽ ഭൂതഗണങ്ങളോടൊപ്പം ജീവിക്കുന്ന, കൈലാസത്തിലല്ല പക്ഷെ അല്ല എന്തായാലും ഭൂതജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ശിവൻ, ഭൂതനാഥൻ ശിവൻ. അപ്പം അദ്ദേഹത്തിന് ഒരു ഭൂതത്തിന്റെ രൂപമായിരിക്കില്ലേ? നമ്മൾ കണ്ട ചിരിച്ച രൂപമായിരിക്കും. പാമ്പിനോടും കാളയോടും ഒപ്പം സഹവസിക്കുന്ന ശിവൻ. ശ്രീകൃഷ്ണനെ കണ്ടു എന്നൊക്കെ പറഞ്ഞവര് ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പോയി. എന്തായാലും നിങ്ങളുടെ വിശ്വാസങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോവുക. പക്ഷേ ആത്മീയത വേണമോ വേണ്ടയോ, മെഡിറ്റേഷൻ വേണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഒപ്പം വിദ്യാഭ്യാസവും കലയും കായിക വിനോദങ്ങളും ഒക്കെ കൂടെ. ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്ക്. എനിക്ക് തോന്നുന്നില്ല ഗുരുജി ഇതിനൊന്നും എതിരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുരുജിയുടെ മക്കൾ സ്കേറ്റിങ്ങിന് പോകാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ നിങ്ങളും അതും കൂടി ഒക്കെ എന്തായാലും 10ാം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട്, മലയാളത്തിന്റെ റിസൾട്ട് അറിയാൻ. സീരിയസ്ലി ഞാൻ വിളിക്കും. ഏട്ടൻ പഠിക്കുന്നുണ്ടോ നോക്കണം കേട്ടോ മലയാളം. ശരി, മക്കൾ നന്നായി പഠിക്കുക, കാര്യങ്ങളുമായി മുന്നോട്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.